എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം, ഷഷ്ടികളിൽ വെച്ച് ഏറ്റവും വലിയ ഷഷ്ടിയാണ് സ്കന്ദഷഷ്ടി. അതുകൊണ്ട് തന്നെ ഇന്നേ ദിവസങ്ങളിൽ ഷഷ്ടി വ്രതം എടുക്കുന്നത് അതിവിശേഷമായിരിക്കും. എന്നാൽ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾ വ്രതം എടുക്കുന്നവർക്കും വ്രതം എടുക്കാത്തവർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന ഒന്നാണ്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കടക്കുമ്പോൾ ഈ സ്കന്ദഷഷ്ടി ദിവസത്തിൻ്റെ ആ ഒരു പ്രത്യേകത എന്തെന്നാൽ, സകല സൗഭാഗ്യങ്ങൾക്കും ഐശ്വര്യത്തിനും അതുപോലെ തന്നെ മക്കളുടെ നല്ല ഭാവിക്കും വേണ്ടി മുരുക ഭഗവാനെ പ്രീതിപ്പെടുത്തുവാൻ ഏറ്റവും ഉത്തമമായ പുണ്യദിനമാണ് ഈ പറഞ്ഞ സ്കന്ദഷഷ്ടി. പറയാൻ കാരണം, നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളെയും സങ്കടങ്ങളെയും ഇല്ലായ്മ ചെയ്യുന്ന ഒരു അത്ഭുത ശക്തിയുള്ള ഭഗവാനാണ് മുരുകസ്വാമി. അതുകൊണ്ട് തന്നെ ഈ സ്കന്ദഷഷ്ടി മുതൽ വേൽമുരുകൻ്റെ അനുഗ്രഹം നേടാൻ ഈ ദിവസം എങ്ങനെ നിങ്ങൾ ഉപയോഗിക്കണമെന്നാണ് ഈ വീഡിയോയിലൂടെ തുടർന്ന് അങ്ങോട്ട് നോക്കാൻ പോകുന്നത്. ഇവിടെ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ 2025 പ്രധാനപ്പെട്ട സ്കന്ദഷഷ്ടി വ്രതം വരുന്നത് ഒക്ടോബർ 27 അടുത്ത തിങ്കളാഴ്ചയാണ്. അതായത് തുലാമാസത്തിലെ ശുക്ലപക്ഷത്തിലെ ഈ ഷഷ്ടി ദിവസം ഭഗവാൻ സുബ്രഹ്മണ്യൻ അഥവാ മുരുകൻ ശൂരപത്മാസുരനെ വധിച്ച് ഭക്തരെ അനുഗ്രഹിച്ചൊരു ദിവസമായിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അതുകൊണ്ട് ഈ ദിവസം ആഗ്രഹ സാഫല്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഒരു പ്രതീകമായിട്ട് നമ്മൾ കരുതിപ്പോരുന്നു. അപ്പോൾ ഈ പറഞ്ഞ ഈ ഒരേ ഒരു കാരണത്താൽ ഈ ഒരൊറ്റ ദിവസം വ്രതമെടുക്കുന്നത് ഒരു വർഷം മുഴുവൻ നിങ്ങൾ ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുന്നതിന് തുല്യമായിട്ടുള്ള ഫലം ലഭിക്കും എന്നാണ് വിശ്വാസം. നിങ്ങൾക്ക് 6 ദിവസം വ്രതമെടുക്കാം, അല്ലെങ്കിൽ 3 ദിവസം വ്രതമെടുക്കാം. എങ്കിൽ പോലും ഏറ്റവും ഉത്തമം ഒരൊറ്റ ദിവസം, അവസാന ദിവസം വ്രതമെടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിൽ നിന്നും സന്താന സൗഭാഗ്യത്തിനും രോഗശാന്തിക്കും കുടുംബ ഐശ്വര്യത്തിനുമെല്ലാം അതിൻ്റെ അനുഗ്രഹം ഭഗവാനിൽ നിന്നും നമുക്ക് ലഭിക്കും. പ്രത്യേകിച്ചും കഴിഞ്ഞ വർഷം ഈ വ്രതം എടുത്ത ആളുകളുടെ അനുഭവം ഒന്ന് നോക്കുകയാണെങ്കിൽ, ഈ വർഷം അവർക്ക് കേവലം ഒരു വർഷം കൊണ്ട് അവരെന്താണോ കഴിഞ്ഞ കൊല്ലം ചോദിച്ചത് അതെല്ലാം ഭഗവാൻ അവർക്ക് നൽകി അനുഗ്രഹിച്ചു. ഇനി അടുത്തത്, മക്കളുടെ ഉയർച്ചയ്ക്ക് നിങ്ങൾ അമ്മമാർ ചെയ്യേണ്ടത് എന്താണെന്നാണ് പറയാൻ പോകുന്നത്. മക്കളുടെ വിദ്യാഭ്യാസം, ആരോഗ്യം, നല്ല സ്വഭാവം, അതുപോലെ തന്നെ ഉന്നതമായ ഭാവി എന്നിവ ഏതൊരു അമ്മമാരുടെയും ഏറ്റവും വലിയൊരു സ്വപ്നമാണെന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. ആ സ്വപ്നം സഫലമാക്കാൻ സ്കന്ദഷഷ്ടി ദിനത്തിൽ അമ്മമാർ പ്രത്യേകമായി ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന് പുലർച്ചെയുള്ള സ്നാനം. അതായത് ഷഷ്ടി ദിവസം സൂര്യോദയത്തിന് മുൻപ് എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് ശുദ്ധിയുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. ഈ ശരീരശുദ്ധി പോലെ തന്നെ മനഃശുദ്ധിയും വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് മനസ്സ് നിങ്ങൾ സന്തോഷമായിട്ട് വയ്ക്കുക. ഇനി അടുത്തത്, വിളക്ക് കൊളുത്തൽ. വീട്ടിലെ പൂജാമുറിയിൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ ചിത്രത്തിന് മുന്നിൽ ശുദ്ധമായ നെയ്യ് ഒഴിച്ച് നെയ്യ് വിളക്ക് കൊളുത്തുക. സാധാരണ നമ്മൾ 2 തിരിയിട്ട് അല്ലെങ്കിൽ 5 തിരിയിട്ടാണ് വിളക്ക് കൊളുത്തുക പതിവ്. എന്നാൽ ഈ സ്കന്ദഷഷ്ടി ദിവസം 6 തിരിയിട്ട് വിളക്ക് കൊളുത്തുന്നതാണ് ഏറ്റവും അത്യുത്തമം. പറയാൻ കാരണം, 6 മുഖമുള്ളത് കൊണ്ടാണ് ഭഗവാനെ നമ്മൾ അറുമുഖൻ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നേ ദിവസം 6 തിരിയിട്ട് നിലവിളക്ക് തെളിച്ചാൽ നിങ്ങൾ ചോദിക്കുന്നത് എന്തും ഭഗവാൻ നിങ്ങൾക്ക് തന്ന് അനുഗ്രഹിക്കും. ഇനി അടുത്തത്, വ്രതാനുഷ്ഠാനം. സാധിക്കുമെങ്കിൽ സ്കന്ദഷഷ്ടി ദിവസം പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കുകയാണ് ഏറ്റവും ഉത്തമം. ഇനിയൊരു പക്ഷേ മരുന്നുകളോ മറ്റോ കഴിക്കുന്ന ആളുകൾക്ക് അങ്ങനെ ഒരു പൂർണ്ണ ഉപവാസം എടുക്കാൻ സാധിക്കില്ലെങ്കിൽ പഴങ്ങളോ പാലോ മാത്രം കഴിച്ച് ഭാഗികമായിട്ടും വ്രതമെടുക്കാൻ സാധിക്കും. വാസ്തവത്തിൽ എന്താണ് ഈ വ്രതത്തിൻ്റെ ഗുണം എന്ന് ചോദിച്ചാൽ, വ്രതമെടുക്കുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് മനസ്സിനെ ഭഗവാനിൽ അർപ്പിക്കാൻ വ്രതമെടുക്കുന്ന വ്യക്തിയെ ഈ വ്രതം സഹായിക്കുന്നതായിരിക്കും. ഇനി അടുത്തത്, മന്ത്രോച്ചാരണം. ഈ ദിവസം നിങ്ങളുടെ കുട്ടികളുടെ പേര് നിങ്ങൾ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ മനസ്സിൽ വിചാരം ചെയ്തുകൊണ്ട് ഓം ശരവണ ഭവായ നമഃ എന്ന മൂലമന്ത്രം 108 തവണ ഒറ്റയിരുപ്പിൽ തന്നെ ആവർത്തിച്ച് ജപിക്കുക. അതുപോലെ തന്നെ സ്കന്ദഷഷ്ടി കവചം നല്ല ഭക്തിയോടുകൂടി ചൊല്ലുന്നത് നിങ്ങളുടെ കുടുംബത്തിന് ഒരു രക്ഷാകവചം പോലെ ആ മന്ത്രത്തിൻ്റെ ശക്തി നിങ്ങളെ കാത്തുരക്ഷിക്കും. ഇനി അടുത്തത്, അർച്ചനയും വഴിപാടും എങ്ങനെ ചെയ്യണം എന്ന് നോക്കിയാൽ, അടുത്തുള്ള സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പോയി ഭഗവാൻ ഇഷ്ടപ്പെട്ട വഴിപാടുകൾ, അതായത്
പഞ്ചാമൃതം, പാൽ, ഭസ്മം, പൂമാലകൾ എന്നിവ നിങ്ങൾ സമർപ്പിക്കുക. അതുപോലെ തന്നെ കുട്ടികളുടെ പേരിലും ജന്മനക്ഷത്രത്തിലും പ്രത്യേക അർച്ചന നടത്തുകയും ചെയ്താൽ അത് കേമമായി എന്ന് തന്നെ പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ഏതെങ്കിലുമൊക്കെ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരെ കാണുകയാണെങ്കിൽ ഉടനെ തന്നെ അവർക്കൊരു ദക്ഷിണ കൊടുത്ത് അവരുടെ പാദം തൊട്ട് വന്ദിക്കുക. അതോടുകൂടി അവരുടെ അനുഗ്രഹം ലഭിക്കും. ഇത് വളരെ പരമപ്രധാനമായ ഒന്നാണ്. ഇനി അടുത്തത് സകല സൗഭാഗ്യങ്ങൾക്കും വേണ്ടി ചെയ്യേണ്ടത് എന്താണെന്നാണ് പറയാൻ പോകുന്നത്. ഈ സ്കന്ദഷഷ്ഠി സന്താന സൗഭാഗ്യത്തിന് മാത്രമുള്ളതല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിലെ മറ്റെല്ലാ സൗഭാഗ്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് നമ്മളിത് അനുഷ്ഠിക്കുന്നത്. ഇനി അടുത്തത് ശൂരസംഹാര സ്മരണ. അതായത് ഈ സ്കന്ദഷഷ്ഠി വ്രതത്തിൻ്റെ അവസാന ദിവസമാണ് ശൂരസംഹാരം നടന്നത്. എന്ന് വെച്ചാൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ശൂരപത്മാസുരനെ വധിച്ച് ഭഗവാൻ ഭക്തർക്ക് ഐശ്വര്യം നൽകിയ ആ ഒരു ശുഭമുഹൂർത്തത്തെ അത് നമ്മൾ അനുസ്മരിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഇന്നേ ദിവസം മുരുക ഭഗവാന്റെ ഈ വിജയത്തെ ഓർത്ത് മനസ്സിൽ നമ്മൾ നേരിടുന്ന ഒട്ടുമിക്ക എല്ലാ പ്രശ്നങ്ങളെയും ദോഷങ്ങളെയും ഭഗവാൻ തൻ്റെ വേൽ കൊണ്ട് തട്ടി മാറ്റുന്നതായിട്ട്, അതായത് നശിപ്പിക്കുന്നതായിട്ട് ചിന്തിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ചാൽ നിങ്ങൾ എന്താണോ മനസ്സിൽ ചിന്തിച്ചത്, അതായത് ഇമാജിൻ ചെയ്തത്, അതുപോലെ തന്നെ വരും ദിവസങ്ങളിൽ സംഭവിച്ചിരിക്കും. ഈ പറഞ്ഞതിൽ യാതൊരു സംശയവും വേണ്ട. അനേകം ആയിരം ആളുകൾക്ക് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഈ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പറയാൻ കാരണം നിങ്ങൾ എന്ത് ചോദിച്ചാലും കിട്ടുന്ന ദിവസമാണ് ഈ സ്കന്ദഷഷ്ഠി ദിവസം എന്നാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി അടുത്തത് ദാനധർമ്മങ്ങൾ എങ്ങനെ ചെയ്യണമെന്നുള്ളതാണ്. ഈ ഷഷ്ഠിവ്രതം എടുക്കുന്നതിനോടൊപ്പം അന്നദാനം പോലുള്ള ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് അത്യധികം പുണ്യമായിട്ടാണ് പറയപ്പെടുന്നത്. ഇന്നേ ദിവസം നിങ്ങൾ ഈ ആരുമില്ലാത്തവർ അല്ലെങ്കിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവർക്ക് അവരെ നിങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിച്ച് അല്പം ഭക്ഷണം നിങ്ങളുടെ വീട്ടിലുണ്ടാക്കിയതിൻ്റെ ഒരു ഓഹരി അവർക്ക് കൊടുക്കുകയാണെങ്കിൽ ഭഗവാൻ മുരുകൻ്റെ പ്രീതിക്ക് ഇത് വേഗത്തിൽ വഴിയൊരുക്കുമെന്നാണ് വിശ്വാസം. ഇനി അടുത്തത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വ്രതമെടുക്കുന്ന ദിവസം മത്സ്യമാംസാദികൾ, അതുപോലെ തന്നെ ഉള്ളി, വെളുത്തുള്ളി എന്നിവ തീർച്ചയായും ഒഴിവാക്കുക. ബ്രഹ്മചര്യം ഉറപ്പായിട്ടും പാലിക്കണം. മനസ്സിനുള്ളിൽ നല്ല നല്ല ചിന്തകൾ കൊണ്ട് നിറയ്ക്കാൻ ശ്രദ്ധിക്കുക. ഇനി അടുത്തത് നൈവേദ്യം സമർപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ ദിവസം മുരുകസ്വാമിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നൈവേദ്യമായ പഞ്ചാമൃതം സമർപ്പിക്കുന്നത് അത്യുത്തമമായിരിക്കും. ഈ പഞ്ചാമൃതം എന്നാൽ 5 അമൃതമായിട്ടുള്ള വസ്തുക്കൾ ചേരുന്നതാണ് ഈ പറഞ്ഞ പഞ്ചാമൃതം. അതായത് പാൽ, തൈര്, തേൻ, നെയ്യ്, പഴം ഇവ ചേർത്ത് സമർപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ മധുരവും ഐശ്വര്യവും കൊണ്ടുവരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇനി അടുത്തത് ഇന്നേ ദിവസം വ്രതം അവസാനിപ്പിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഷഷ്ഠി ദിവസം വൈകുന്നേരം മുരുകക്ഷേത്രങ്ങളിൽ ദീപാരാധനയ്ക്ക് ശേഷം നിങ്ങൾക്ക് വ്രതം അവസാനിപ്പിക്കാം. ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ക്ഷേത്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന പ്രസാദം കഴിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ മുരുക ഭഗവാന് നേദിച്ച ഈ പറഞ്ഞ പോലെയുള്ള പാലും പഴങ്ങളോ കഴിച്ചോ നിങ്ങൾക്ക് വ്രതം അവസാനിപ്പിക്കാം. ഇങ്ങനെ വ്രതം അവസാനിപ്പിക്കുമ്പോൾ ഭഗവാനോട് നന്ദി പറഞ്ഞുകൊണ്ട് വ്രതം അവസാനിപ്പിക്കുക. അതായത് നന്ദി ഭഗവാനെ, നന്ദി 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 എന്നിങ്ങനെ 21 വട്ടമെങ്കിലും പറയാൻ ശ്രമിക്കുക. ഇനി അതിന് പറ്റിയില്ലെങ്കിൽ 9 വട്ടമെങ്കിലും പറയേണ്ടതാണ്. പ്രത്യേകം ഓർക്കുക, ഈ സ്കന്ദഷഷ്ഠി എന്നത് കേവലം ഒരു വ്രതാനുഷ്ഠാനം മാത്രമായി അതിനെ കാണരുത്. അത് നമ്മുടെ ആന്തരിക ശക്തിയെ ഉണർത്താനുള്ള ഒരു കുറുക്കു വഴിയായിട്ടാണ് അതിനെ നമ്മൾ കാണേണ്ടത്. ഈ പറഞ്ഞത് പ്രത്യേകിച്ചും അമ്മമാർ വളരെയധികം ഇതിൽ ശ്രദ്ധിക്കണം. ഈ ദിവസം ഭഗവാനെ ആരാധിക്കുമ്പോൾ 6 മുഖങ്ങളുള്ള മുരുകൻ്റെ അനുഗ്രഹം അത് 6 മടങ്ങ് ശക്തിയായി നിങ്ങളുടെ ജീവിതത്തിലേക്ക്, അതായത് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് വന്നു ചേരണമെന്ന് നല്ല ആത്മാർത്ഥമായിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുക. അതോടുകൂടി സകല സൗഭാഗ്യങ്ങളും ദാരിദ്ര്യ ദുഃഖ നിവാരണവും ഐശ്വര്യവും നിങ്ങൾക്ക് വന്നു ചേരും. അപ്പോൾ കൂടി ഒന്ന് ചുരുക്കി പറഞ്ഞാൽ, ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ പിന്നീടുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രത്യേകിച്ച് യാതൊന്നും ചെയ്യേണ്ട കാര്യമില്ലെന്ന് മാത്രമല്ല, നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കും. അതായത് സകല സൗഭാഗ്യങ്ങളും ഒന്നിനു പുറകെ ഒന്നായി വീട്ടിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാൻ ആഗ്രഹിച്ചത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.